ഞാനൊരു അമ്മയാവാൻ പോവുകയാണെന്നുള്ളത് മീൻസ് ഞാനല്ല എങ്കിൽ പോലും ഐ പ്രൗഡ് സേ ഐ എം എ മദർ. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും. അത് ഒരു വളരെ സീക്രട്ട് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്, വെരി പേഴ്സണൽ സംഭവമാണ്. അപ്പോ നിങ്ങൾക്ക് വൈകാതെ കാണാൻ പറ്റും ഇൻഷാ അല്ലാ. വളകാപ്പ് ഉടനെ ഉണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അത് 7ാം മാസത്തിലല്ലേ, ഇപ്പൊ 5 ആയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. ഞാൻ സീരിയസ്ലി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു എന്താ പറയാ ആവണം. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെ അമ്മയാവും, അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് സ്ത്രീ ആയവർ എങ്ങനെ അമ്മയാവുക എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഒരുപാട് ശാസ്ത്രം വളർന്നിട്ടുണ്ട്. സരോഗ്രസി അങ്ങനെ ഒരുപാട് മീഡിയാസുകൾ, വാടക ഗർഭങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്കത് ചെയ്യാം, നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ അഡോപ്റ്റ് ചെയ്താലും നമ്മൾ അഡോപ്റ്റ് ചെയ്ത കുട്ടികൾ ഒരിക്കലും നമ്മളെ മക്കളില്ലാന്ന് പറയില്ല. നമ്മൾ മക്കളായിട്ട് അവർ നമ്മളെ അമ്മയും അച്ഛനായിട്ട് തന്നെയല്ലേ കാണുന്നത്. അപ്പൊ അഫ്കോഴ്സ് ഞാനൊരു കുട്ടിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ യെസ് ഐ എം എ മദർ. യെസ്, ഒബ്വിയസ്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയാ ഒരു ഇത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു മാത്രം. ഇല്ല, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാവരോടും ഭയങ്കര റെസ്പെക്ട് ആൻഡ് സ്നേഹമാണ്. പിന്നെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഭയങ്കര എന്നെക്കാട്ടി നന്നായിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ചെയ്യുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾ എനിക്ക് ചുറ്റുമുണ്ട്. അവർ ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് പോലത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഇറങ്ങി നടക്കാനും ഒക്കെ സാധിച്ചത്. അവര് നേരിട്ട് ഒരുപാട് പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ്. അതിൽ ഭയങ്കര പ്രൗഡാണ്. അത്രയേ ഉള്ളൂ. സന്തോഷം. ഞാൻ അങ്ങനെ ട്രാൻസിൻസിന് വേണ്ടിയിട്ട് എന്നല്ല, ഞാൻ അങ്ങനെ നമുക്കിപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും, ഒരു പബ്ലിക്കലി പോയി കഴിഞ്ഞാലും ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് ടോയ്ലറ്റ്സ് വളരെ കുറവാണ്. എവിടെയും മാളിലാണെങ്കിലും ഒക്കെ ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിൽ ട്രാൻസ്ജെൻഡേഴ്സ് ടോയ്ലറ്റ്സുകൾ വരുന്നുണ്ട്. കാരണം ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ ആകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ജേണി നടക്കുമ്പോൾ നമുക്കൊരു ആണുങ്ങളെ ടോയ്ലറ്റിൽ കയറാൻ പറ്റത്തില്ല, എന്നാൽ പെൺകുട്ടികളെ ടോയ്ലറ്റിലും കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 2 കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു അതേഴ്സ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മറ്റുള്ള പീപ്പിൾസിനും. മീൻസ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പീപ്പിൾസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അത് മദ്രസയിൽ പാടി പാട്ട് പാടാം, മാപ്പിളപ്പാട്ട്. കൽബിന്റെ കോലായിൽ കിനാവിന്റെ മിഹ്റാബിൽ മരുപക്ഷി മദീനത്തെ മദ് പാടി. അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അതിനിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. അത് ഞാൻ കേട്ടിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ചേച്ചി എന്തെങ്കിലും ഒരു മൈൻഡിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തായാലും അതിനെ കുറിച്ച് ചേച്ചി പറയുമായിരിക്കും. എന്തെങ്കിലും ഹനാന് മറുപടി കൊടുക്കുമായിരിക്കും. അത് എനിക്കറിയില്ല. അത് ചേച്ചി കുറച്ചുകൂടെ ഒന്ന് എന്താണ് പറയുന്നത് ചിന്തിക്കായിരിക്കും. കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ ചേച്ചി വെറുതെ റീച്ച് ആയി കൊടുക്കണം എന്ന് ചേച്ചി മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും.